ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി പഠിച്ചു നേടാം ITക്ക് A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം. എട്ടാം ക്ലാസ്സിൻ്റെ 6ാമത്തെ അധ്യായത്തിലുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. പാഠത്തിൽ പറയുന്ന സോഫ്റ്റ്വെയർ ലിബ്രെഓഫീസ് കാൽക്കാണ്. ഇതൊരു സ്പ്രെഡ്ഷീറ്റാണ്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രെഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ലേഔട്ട്. ഇവിടെ നമുക്ക് നിരവധി ടൂളുകൾ കാണാം. ടെക്സ്റ്റ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നിരവധി സങ്കേതങ്ങൾ കാണാം. ഇവിടെ ABCD എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഓരോന്നും ഓരോ കോളങ്ങളാണ്. 1, 2, 3 താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഓരോന്നും ഓരോ റോയാണ്. ഓരോ ചതുരങ്ങളായിട്ട് ഓരോ റെക്ടാങ്കിൾസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് സെൽ എന്നാണ്. ഇപ്പോൾ ഈ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ ഈ സെല്ലിൻ്റെ അഡ്രസ്സ് നമുക്കിവിടെ കാണാം. D7, D കോളത്തിലെ 7th റോ. ഇവിടെ C5. ഇങ്ങനെ ഓരോ സെല്ലിനും കൃത്യമായ അഡ്രസ്സുമുണ്ട്. ആദ്യത്തെ പ്രവർത്തനം പുസ്തകത്തിലെ പാഠത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യം ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന പട്ടിക ആദ്യം സോഫ്റ്റ്വെയർ തുറന്ന് ആദ്യം മുതൽ തന്നെ ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഈ പ്രകാരം പട്ടിക ടൈപ്പ് ചെയ്ത് ചേർത്ത ശേഷം നമുക്കിതിനെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ക്രമത്തിൽ നമുക്കതിനെ ഫോർമാറ്റ് ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് ഇതിൽ വീട്ടുടമസ്ഥന്റെ പേര് ചേർക്കണം. ഇവിടെ ഹൗസ് നമ്പറിന് മുമ്പിലായി ഒരു പുതിയ കോളം ചേർത്ത് നമുക്കതിനെ ചേർക്കാം. അതിനായി ഹൗസ് നെയിം രേഖപ്പെടുത്തിയിരിക്കുന്ന ഹൗസ് നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ B എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത ശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്നും കോളംസ് തിരഞ്ഞെടുക്കുക. ഇൻസേർട്ട് കോളംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇടതുവശത്തായി ഒരു പുതിയ കോളം കൂടി വന്നിരിക്കുന്നത് കാണാം. അവിടെ ചേർക്കുക. ഹെഡിങ് ചേർക്കുക. ഹെഡിങ് ഹൗസ് ഓണേഴ്സ് നെയിം. ഹൗസ് ഓണേഴ്സ് നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഹൗസ് ഓണറുടെ പേര് ചേർക്കുക. ഇപ്രകാരം ഹൗസ് ഓണറുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കാം. സീരിയൽ നമ്പർ രേഖപ്പെടുത്താനുള്ളതാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ രേഖപ്പെടുത്തരുത്. സീരിയൽ നമ്പർ രേഖപ്പെടുത്താനായി 1ാമത്തെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ 1 എന്ന് ടൈപ്പ് ചെയ്യുക. 1 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം മൗസ് മാറ്റി ക്ലിക്ക് ചെയ്യുന്നു. ആ സെല്ലിൽ ഒന്നുകൂടെ 1 എന്ന് ടൈപ്പ് ചെയ്ത സെല്ലിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മൂലയിലായിട്ട് ഒരു ചെറിയ ചതുരം നമുക്ക് ലഭ്യമാണ്. അതിലെ ആ 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മുകളിലുള്ള ചെറിയ ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത് അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ 10 വീടുകൾ എന്ന് പറയുന്ന സീരിയൽ നമ്പർ 10 വരെ കണ്ടിന്യൂസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കത് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടുന്ന കാര്യമില്ല. ഇതുപോലെ ഒരു സംഖ്യ നൽകിയിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയാവും. അടുത്ത പ്രവർത്തനം ഇപ്പോൾ നൽകിയിരിക്കുന്ന ആ വിവരങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട്, അതായത് 1ാമത്തെ അനു എന്ന കുടുംബനാഥന്റെ വീട്ടിലുള്ള ആ പച്ചക്കറികളുടെ ടോട്ടലാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെ ടോട്ടൽ കണ്ടെത്തുന്നതിനായി സ്പിനാച്ച്, കുക്കുംബർ, ലേഡീസ് ഫിംഗർ, ബീൻസ്, അതേഴ്സ് എന്നിങ്ങനെ ഇത്രയും സെലക്ഷൻ ചെയ്ത ശേഷം ഇത്രേൻ്റെയാണ് സമ്മ് നമുക്ക് ഈ ടോട്ടലിൽ വേണ്ടത്. അത്രയും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇതാ സമ്മ് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സമ്മിൻ്റെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ സമ്മ് വരുന്നു. ആ സമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോർമുല നമുക്കിവിടെ കാണാം. സമ്മ് G3K3, അതായത് G3 മുതൽ G3 എന്നത് ഈ സെല്ലാണ് നമുക്ക് കാണാം. K3 എന്നത് ഈ സെല്ലാണ്. G3 മുതൽ K3 വരെയുള്ള സെല്ലുകളുടെ തുക കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇങ്ങനെയാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്രകാരം നമുക്ക് ഒരാളിൻ്റെ പുരയിടത്തിലെ സമ്മ് കണ്ടെത്താം. മറ്റ് സെല്ലുകളിലേക്ക് ഈ സമ്മ് എത്തിക്കുന്നതിനായി
ആ സെലക്ഷൻ നിൽക്കുമ്പോൾ താഴേക്ക് ഡ്രാഗ് ചെയ്ത് എല്ലാ പുരയിടത്തിലെയും ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്ക് കണ്ടെത്താം. ആകെ ഇവിടെ ഒരു പുതിയ സെല്ല് ചേർക്കാം. ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കോളം ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ സെല്ല് ചേർക്കാം. അവിടെ ഹെഡിങ് ടൈപ്പ് ചെയ്യുക. പ്രൊഡക്ഷൻ പെർ ഏക്കർ. പ്രൊഡക്ഷൻ പെർ ഏക്കർ എന്ന് പറയുന്ന പുതിയ കോളം ചേർത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതായത് ഈ സെല്ലാണ് നമുക്ക് വേണ്ടത്, അവിടെ ആ വിവരം ചേർക്കാം. അതിനായി ഈ സെല്ലിന്റെ വിവരത്തെ മെഷർ ഓഫ് ലാൻഡ് യൂസ്ഡ് കൊണ്ട് ഹരിക്കണം. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, സമം ഈ സെല്ലിന്റെ അഡ്രസ്, അതായത് M3 എന്ന അഡ്രസ് ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യണം. M3 ഡിവൈഡഡ് ബൈ ഒരു സ്ലാഷ് നൽകണം. ഇപ്പുറത്തുള്ളത് E3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ അമർത്തിയാൽ അവിടെ പ്രൊഡക്ഷൻ പെർ ഏക്കറിൽ നമുക്കവിടെ കാണാം. താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മറ്റ് സെല്ലുകളിലും ഇതുപോലെ പ്രൊഡക്ഷൻ പെർ ഏക്കർ നമുക്ക് കണ്ടെത്താം. അടുത്ത പ്രവർത്തനം, ഇപ്പോൾ പ്രൊഡക്ഷൻ പെർ ഏക്കറിന് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. ആ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൺട്രോൾ ചെയ്യുന്നതിനായി ആ മുഴുവൻ സെല്ലുകളും സെലക്ട് ചെയ്ത് ഈ കാണുന്ന 2 ഐക്കൺ ഉപയോഗിക്കാം. ഒന്നാമത്തിൽ ആഡ് ഡെസിമൽ പ്ലേസസും രണ്ടാമത്തത് ഡിലേറ്റ് ഡെസിമൽ പ്ലേസസുമാണ്. ആദ്യത്തിലെ ആഡ് ഡെസിമൽ പ്ലേസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂടുന്നു. ഡിലേറ്റ് ഡെസിമൽ പ്ലേസസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കുറയുന്നതും കാണാം. ഇപ്രകാരം നമുക്കതിനെ ഡെസിമൽ പ്ലേസസിനെ റൗണ്ട് ചെയ്യാം. ഈ പട്ടികയിൽ നിന്നും ഉൽപാദനത്തിന്റെ ക്രമത്തിൽ നമുക്ക് ഈ പട്ടികയിൽ നിന്ന് തരംതിരിക്കണം. അതിനായി വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹെഡിങ് ഒഴിവാക്കി ബാക്കിയുള്ളവ രേഖപ്പെടുത്തിയിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ മെനുവിൽ നിന്നും സോർട്ട്, അതിൽ F കോളത്തിലാണ് നമുക്ക് ആ വിവരം നൽകേണ്ടത്. അതായത് സോർട്ട് ചെയ്യേണ്ടുന്ന ആദ്യത്തെ കീ കോളം F തിരഞ്ഞെടുക്കുക. അസെൻഡിങ് എന്നത് ആരോഹണ ക്രമവും ഡിസെൻഡിങ് എന്നത് അവരോഹണ ക്രമവുമാണ്. നമുക്ക് വലിപ്പമുള്ള സംഖ്യ, അതായത് ഏറ്റവും കൂടുതൽ ചെയ്ത ആദ്യം വരണം. അതിനായി ഡിസെൻഡിങ് തിരഞ്ഞെടുത്ത് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രമത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത ആൾ ആദ്യവും ബാക്കിയുള്ളത് താഴേക്കുമായി ഈ ക്രമത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിനായി ആദ്യം ക്വസ്റ്റ്യർ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന വാചകം എല്ലാ സെല്ലിലും നിറഞ്ഞിരിക്കണം. അതിനായി എല്ലാ സെല്ലും സെലക്ട് ചെയ്യുക, മെർജ് ചെയ്യുക. 2 സെല്ലുകളെ ഒരുമിച്ച് ചേർക്കുന്ന മെർജിങ് എന്നാണ് പറയുന്നത്. അതിനായി മെർജ് ചെയ്യാനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെർജ് ചെയ്യാം. മെർജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് യെസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്വസ്റ്റ്യർ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന വാചകം അവിടെ മെർജായി ചേർന്നിട്ടുണ്ട്. മറ്റ് സെല്ലുകളെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ്ഡ് മെർജ് ചെയ്യുന്നു, യെസ് നൽകുക. ഫോണ്ടിന്റെ വലിപ്പം കൂട്ടാനായി സെലക്ട് ചെയ്ത് ഫോണ്ട് വലിപ്പം കൂട്ടാം. ക്വസ്റ്റ്യർ കൺസോൾട്ടേഷന്റെ വലിപ്പം കുറച്ചുകൂടി കൂട്ടുക. ബോൾഡ് ആക്കുന്നു. നിറം നൽകാൻ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കൂടുതൽ നിറങ്ങൾ തിരഞ്ഞെടുത്ത് അത് നൽകണമെങ്കിൽ നൽകാം. ഇപ്പോൾ ചില വാചകങ്ങൾ പൂർണ്ണമായി നമുക്കിവിടെ കാണുന്നത്, ഇപ്പോൾ നെയിമോ ഹൗസ് ഓണേഴ്സ് നെയിം എന്ന് പറയുന്ന ആ വാചകം നമുക്ക് കാണുന്നില്ല. അതിനായി ഷീറ്റ് സെലക്ട് ചെയ്ത ശേഷം ഫോർമാറ്റ് സെൽസിൽ നിന്നും ഫോർമാറ്റ് സെൽസിൽ മെനുവിൽ കാണുന്ന സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. അതിലെ അലൈൻമെന്റ് ടാബിൽ റാപ്പ് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഓപ്ഷനിൽ ശരിയടയാളം നൽകുക. OK കൊടുത്തു കഴിഞ്ഞാൽ വിവരങ്ങൾ നമുക്ക് കാണാവുന്ന രീതിയിലോട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. വലിപ്പം കൂട്ടേണ്ടുന്ന സെല്ലുകൾ, ഇപ്പോൾ സീരിയൽ നമ്പർ ഇത്രയും വലിപ്പം വേണ്ട, അത് കുറയ്ക്കാനായി എയും ബിയും വേർതിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത്
വലിപ്പം ക്രമീകരിക്കാം. ഇപ്രകാരം പട്ടിക നമുക്ക് മനോഹരമാക്കാം. തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പട്ടിക തയ്യാറാക്കാം. അതിനായി ഇവയുടെയും തുക എടുക്കുക. ഇതിലേക്ക് ഒരു ചാർട്ട് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അടുത്തായി പറയുന്നത്. ചാർട്ടിൽ രേഖപ്പെടുത്തേണ്ടുന്ന വിവരങ്ങളെ കീബോർഡിലെ കൺട്രോൾ കീ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ചാർട്ട് ഉൾപ്പെടുത്തുന്നതിനായി ഈ കാണുന്ന ചാർട്ടിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചാർട്ട് ഉൾപ്പെടുത്താം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഡേറ്റ നൽകാം. എടുക്കുന്നു. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് ബട്ടണിൽ അതിന്റെ റേഞ്ച് കാണിക്കുന്നു. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഡേറ്റ ഇൻ സീരീസ്. നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അതിൽ ചാർട്ട് എലമെന്റ് എന്ന ഭാഗത്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ട് തയ്യാറായിട്ടുണ്ടാവും. അതിൻ്റെ മൂലയിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആ വരയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കതിനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. വലിപ്പം ക്രമീകരിക്കാനും സാധിക്കും. ഇപ്രകാരം തന്നിരിക്കുന്ന വിവരങ്ങളുടെ ചാർട്ടും നമുക്ക് തയ്യാറാക്കാം. ഫയൽ സേവ് ചെയ്യാം. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 8 സേവ് ചെയ്യുന്നു. ഇനി പഠിച്ചു നേടാം ITK A+. 10ാം ക്ലാസ് IT പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠങ്ങളും വീഡിയോ രൂപത്തിൽ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വിശദമായി പഠിക്കാം.